അമിതമായി ചിന്തിക്കുന്നത് ഒരു മോശപ്പെട്ട സ്വഭാവമാണ്. യഥാർത്ഥത്തിൽ ഇല്ലാത്ത പ്രശ്നങ്ങളും ഇത് സൃഷ്ടിക്കുന്നു. അനന്തമായ സന്തോഷം നിങ്ങളുടെ ഉള്ളിലുണ്ട്. പുറത്തുള്ള ഒരു വ്യക്തിയിലോ വസ്തുവിലോ അത് അന്വേഷിക്കരുത്. നിങ്ങളുടെ വാക്കുകൾ എത്ര പ്രാധാന്യമുള്ളതാണെങ്കിലും കേൾക്കുന്ന ആൾക്ക് അവരുടെ കഴിവിനനുസരിച്ച് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. സ്നേഹം അത് മനസ്സിലാക്കുന്നവരോട് കാട്ടണം. കരുണ അത് ദയയുള്ളവരോട് ആകണം. സഹായം അത് അർഹിക്കുന്നവന് വേണ്ടിയാകണം. ജീവിതം ഒരു സൈക്കിൾ സവാരി പോലെയാണ്. വീഴാതിരിക്കണമെങ്കിൽ നീങ്ങിക്കൊണ്ടേയിരിക്കണം. ക്ഷമയോടെ കാത്തിരിക്കുക. ജീവിതത്തിലെ ഏറ്റവും മികച്ചത് ലഭിക്കാൻ നിങ്ങൾ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും. ഒരാൾ ചിരിക്കുന്ന നിമിഷം എപ്പോഴും സത്യം ആവണമെന്നില്ല. പക്ഷേ അയാൾ കരയുന്ന നിമിഷം എപ്പോഴും സത്യമുള്ളതായിരിക്കും. നിങ്ങൾക്ക് സമാധാനം വേണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ച് പരാതിപ്പെടുന്നതിനേക്കാൾ നല്ലത് സ്വയം മാറുന്നതാണ്. ലോകമെങ്ങും പരവതാനി വിരിക്കുന്നതിനേക്കാൾ നല്ലത് സ്വയം മാറുന്നതാണ്. ലോകത്തിൽ ബുദ്ധിമുട്ടില്ലാതെ ലഭിക്കുന്ന ഒരു കാര്യം ഉപദേശമാണ്. ഒരാളോട് ചോദിച്ചാൽ ആയിരക്കണക്കിന് ആളുകളിൽ നിന്നും അത് ലഭിക്കും. ലഭിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് സഹായമാണ്. ആയിരങ്ങളോട് ചോദിച്ചാൽ ഒരാൾ സഹായിക്കും. എല്ലാവർക്കും നമ്മൾ വേണ്ടപ്പെട്ടവർ ആകുന്നത് അവർക്ക് വേണ്ടപ്പെട്ട സമയങ്ങളിൽ മാത്രമാണ്. നമ്മുടെ മൂല്യം നമ്മളിലാണ്, അല്ലാതെ ആളുകളുടെ കണ്ണിലല്ല. മറ്റുള്ളവരുടെ സ്തുതിക്കായി കാത്തു നിൽക്കേണ്ടതുമില്ല. ഓരോ ദിവസവും പുലരുന്നത് ഓരോ പ്രതീക്ഷകളുമായിട്ടാണ്. ഓരോ ദിവസവും അവസാനിക്കുന്നത് ഓരോ അനുഭവങ്ങൾ സമ്മാനിച്ചാണ്. അതാണ് ജീവിതം. സ്നേഹം അഭിനയിക്കുന്നവർക്ക് ആത്മാർത്ഥത ഉള്ളവരെ തിരിച്ചറിയാൻ കഴിയില്ല. ആത്മാർത്ഥത കാണിക്കുന്നവർക്ക് അഭിനയിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിയില്ല. അതാണ് ജീവിത യാഥാർത്ഥ്യം. രൂപം കൊണ്ട് ആരെയും വിലയിരുത്താനാകില്ല. ആരുടെയും സഹായമില്ലാത്തപ്പോൾ അകറ്റി നിർത്തിയവരായിരിക്കും ചിലപ്പോൾ അപ്രതീക്ഷിത സഹായവുമായി വരുന്നത്. നേടാൻ കഴിയാതെ പോകുന്ന എന്തിനോടും നമുക്കൊരിഷ്ടം കൂടുതലായിരിക്കും. കാരണം നേടാൻ കഴിയാത്തത് പലതും നമ്മുടെ സ്വപ്നങ്ങളാണ്. ഒരു തൂവൽ നഷ്ടപ്പെട്ടു എന്ന് കരുതി ഒരു പക്ഷിയും പറക്കാതിരുന്നിട്ടില്ല. അതുപോലെ ഒരു പരാജയമോ നഷ്ടമോ വന്നാൽ നാം ഒരിക്കലും തളരാനും പാടില്ല. താൻ ഒരിക്കലും അതിൻ്റെ തണലിലിരിക്കാൻ പോകുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരാൾ ഒരു മരം നടുമ്പോൾ അതിനർത്ഥം ജീവിതമെന്നാൽ എന്താണെന്ന് അയാൾക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്നാണ്. ജീവിതമെന്നാൽ ഒരു തുറന്ന പുസ്തകമാണ്. വായനക്കാരുടെ മനസ്സിലാക്കൽ പോലെയായിരിക്കും ആ പുസ്തകത്തിൻ്റെ സാരാംശം. മനുഷ്യൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് അവൻ്റെ ആരോഗ്യമാണ്. ഒരു വ്യക്തിയുടെ ആരോഗ്യം അവനെ വിട്ടുപോകുന്ന ദിവസം അത് എല്ലാ ബന്ധങ്ങൾക്കും ഭാരമായി മാറുന്നു. അർഹതയില്ലാത്ത ഒന്നിനെയും മതിമറന്ന് സ്നേഹിക്കരുത്. അത് നമുക്ക് വേദന മാത്രമേ സമ്മാനിക്കുകയുള്ളൂ. ജീവിതത്തിൽ എല്ലാം ശരിയായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതിയിരുന്നാൽ നിങ്ങൾക്ക് ഒരു കാലത്തും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളെക്കൊണ്ട് ഇപ്പോൾ എന്താണോ പറ്റുന്നത് അത് ചെയ്തു തുടങ്ങുക. ഒരു വ്യക്തി ചെയ്യുന്ന ഏറ്റവും മോശം കാര്യമാണ് തൻ്റെ പങ്കാളിയെ മറ്റുള്ളവരുടെ മുന്നിൽ പരിഹസിക്കുക എന്നത്. നിനക്കാണ് അഹങ്കാരമെന്ന് ഞാനും എനിക്കാണ് അഹങ്കാരമെന്ന് നീയും വിശ്വസിച്ചാൽ മനുഷ്യർക്കിടയിലെ തർക്കം എന്നും തീരില്ല. നിങ്ങളുടെ സന്തോഷം ഒരിക്കലും മറ്റൊരാളിൽ തേടരുത്. തനിച്ചാക്കപ്പെടുന്ന ഒരു ദിവസം അത് നിങ്ങളെ ഏകാകിയും ദുഃഖിതനുമാക്കും. ജയിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനല്ല, എന്നാൽ ശ്രമിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും മികച്ചത് തന്നെ ചെയ്യുക.